ഹലോ അസ്സലാമു അലൈക്കും. മക്കളെ മദ്രസയിൽ വിട്ടതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോവാണേ. സമയം രാവിലെ 6:49. നമ്മൾ പോണത് കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ബീച്ചിലേക്കാണ്. അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മളുടെ അന്നത്തെ ഒരു ദിവസം ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. വീണ്ടും നമ്മൾ കോഴിക്കോട്ടുകാരുടെ മറ്റൊരു സ്വകാര്യ അഹങ്കാരമായ പാരഗണിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ബീച്ചിലും തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് കാലിക്കറ്റ് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഒരു വശത്ത് തകൃതിയായി മെക്സിമൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടത്. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഈ കടലും കണ്ട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക രസാലേ. രാവിലത്തെ ഫിറ്റ്നസ് ഫ്രീക്സിനെ ഉദ്ദേശിച്ചിട്ടാവാം നമുക്ക് കഴിക്കാൻ അവിടെ ബോയിൽഡ് എഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിരാവിലെ ബീച്ചിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ രാവിലെ ഈ ഒരു സമയത്ത് അധികം കോഴിക്കോട്ടുകാർ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ ഭക്ഷണവും മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ആളുകളും ഭയങ്കര സ്പെഷ്യലാണ്. ഒരു പരിചയമില്ലെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒന്ന് സലാം പറയേ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യൂ കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരാളെ കണ്ടത്. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പോയി നോക്കിയപ്പം വീണ്ടും നല്ല ഹെൽത്തി ഫുഡ് ഓപ്ഷനാണ്. നല്ല പുഴുങ്ങിയ മുട്ട, നേന്ത്രപ്പഴം, പിന്നെ ഡേറ്റ്സിൻ്റെ ഈ ഒരു ഷുഗർലെസ് ജ്യൂസും. അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. കോഴിക്കോട് ബീച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. കാരണം വേറൊന്നുമല്ല, പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഫുഡ് കൗണ്ടേഴ്സാണ്. അങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് ആൻഡ് റീചാർജ്ഡ് ആയി.